So welcome back to a new video. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഫ്യൂച്ചേഴ്സ് പെർഫോം ചലഞ്ചസും ആൻഡ് അതുപോലെ തന്നെ CFD പെർഫോം ചലഞ്ചസും തമ്മിലൊരു ഡീറ്റെയിൽഡ് കമ്പാരിസൺ ആണ്. ഓക്കെ, സോ എങ്ങനെയാണ് രണ്ട് ചലഞ്ച് വർക്ക് ചെയ്യുന്നത് ആൻഡ് അവിടെ റൂൾസ് കാര്യങ്ങൾ എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്, അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയുടെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നമുക്കിനി വീഡിയോയിലോട്ട് പോകും. ഓക്കെ, ഒരു ഡീറ്റെയിൽഡ് കമ്പാരിസൺ ആണ് ഞാൻ ഇന്ന് പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫണ്ടഡ് നെക്സ്റ്റിന്റെ ചലഞ്ചസ് ആണ് ഞാനിവിടെ കമ്പാരിസൺ എടുത്തിട്ടുള്ളത്. കാരണം ഫണ്ടഡ് നെക്സ്റ്റിന് CFD ചലഞ്ചസും ഉണ്ട്, അതുപോലെ തന്നെ ഫ്യൂച്ചേഴ്സ് ചലഞ്ചസും ഉണ്ട്, അതുപോലെ തന്നെ അതുകൊണ്ടാണ് ഞാൻ ഫണ്ടഡ് നെക്സ്റ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് രണ്ടു നോക്കാം. സോ മെയിൻ ഇപ്പോൾ നമ്മൾ CFDയിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അക്കൗണ്ട് സൈസസ് ഉണ്ട്. ഇതിവിടെ ഫണ്ടഡ് നെക്സ്റ്റിൽ നോക്കുവാണെങ്കിൽ 6K തൊട്ട് 200K വരെ. ഓക്കെ, സോ 6K, 15K, 25K, 50K, 100K, 200K. നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5, 6 ഒരു 6 അക്കൗണ്ട് ടൈപ്സ് കാണാൻ പറ്റും. ഓക്കെ, നേരെ മറിച്ച് ഇപ്പം നമ്മൾ നേരെ ഫ്യൂച്ചേഴ്സിലോട്ട് പോവുകയാണെങ്കിൽ ബോൾട്ട് നോക്കുകയാണെങ്കിൽ ആകെ ഒരു 50K മാത്രമാണുള്ളത്. റാപ്പിഡ് നോക്കുകയാണെങ്കിൽ 25K, 50K, 100K ഫ്യൂച്ചേഴ്സിലോട്ട് വരുവാണെങ്കിൽ. പക്ഷെ നമുക്ക് മാക്സിമം അവിടെ കാണാൻ പറ്റിയ ഒരു 3 അക്കൗണ്ട് സൈസസ് ആണ്. ചില ഫോംസിൽ 150K വരെ ഉണ്ട്. ഒരു 3-4 അക്കൗണ്ട് സൈസ് ആണ് നമുക്ക് കാണാൻ പറ്റുക. CFDയിലോട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരുപാട് ടൈപ്സ് ഉണ്ട്. ഓക്കെ, 6K, 15K, 25 അക്കൗണ്ട് സൈസ് ഒരുപാടുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ ഒരു 6K നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, അതായത് ഒരു എൻട്രി ലെവൽ എന്നുള്ള രീതി. ബട്ട് ഫ്യൂച്ചേഴ്സിലോട്ട് പോകുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് എന്നുള്ള രീതി നമുക്ക് നോക്കാൻ പറ്റും 25K ആണ്. സോ 25Kയുടെ താഴെ അക്കൗണ്ട് സൈസസ് ശരിക്കും ഫീച്ചേഴ്സ് ഫോംസ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഓക്കെ, സോ 25K ആണ് ഏറ്റവും കുറഞ്ഞൊരു അക്കൗണ്ട് സൈസ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ പിന്നെ നോക്കുവാണെങ്കിൽ ചലഞ്ച് ടൈപ്സ് ആണ്. അതായത് ഇവിടെ ഫണ്ടഡ് നെക്സ്റ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ 1 സ്റ്റെപ്പ് ഉണ്ട്, 2 സ്റ്റെപ്പ് ഉണ്ട്. അതായത് മെയിനായിട്ട് ഫീച്ചേഴ്സിലോട്ട് വരുമ്പോൾ CFDയിലോട്ട് വരുമ്പോൾ 1 സ്റ്റെപ്പ് ഉണ്ട്, 2 സ്റ്റെപ്പ് ഉണ്ട്. ബട്ട് ഇതിൻ്റെ അകത്തോട്ട് വരുവാണെങ്കിൽ ഫ്യൂച്ചേഴ്സിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് 1 സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. ഇവിടെ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഒരു 2 സ്റ്റെപ്പ് ചലഞ്ച് എടുക്കുക. നോർമലി മോസ്റ്റ്ലി എല്ലാ പ്ലാറ്റ്ഫോംസും പ്രൊവൈഡ് ചെയ്യുന്നത് 2 സ്റ്റെപ്പ് ചലഞ്ചസ് ആണ്. CFDയിലോട്ട് വരുമ്പോൾ CFDയിലോട്ട് ഇവിടെ നോക്കുവാണെങ്കിൽ ഇപ്പോൾ 6K അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാം phase 1 പ്രോഫിറ്റ് ടാർഗറ്റ് 8%, phase 2 പ്രോഫിറ്റ് ടാർഗറ്റ് 5%. ഇവിടെ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 50K അക്കൗണ്ട് എടുക്കുവാണെങ്കിൽ ഫസ്റ്റ് എല്ലാ പെർഫോമൻസ് ചലഞ്ചസും സിംഗിൾ പേസ് ആണ്. ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ പ്രോഫിറ്റ് ടാർഗറ്റ് നോക്കി കഴിഞ്ഞാൽ $3,000. അതായത് സിംഗിൾ ഫേസ് വരും. ആ ഒരു സിംഗിൾ ഫേസിൽ അതിൻ്റെ പ്രോഫിറ്റ് ടാർഗറ്റ് വരുന്നത് $3,000. അതായത് ഇപ്പോൾ ഇതിനകത്തോട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് 50K തന്നെ എടുക്കാം. ഓക്കെ, CFDയുടെ ഒരു 50K ചലഞ്ച് ആൻഡ് ഫ്യൂച്ചേഴ്സിൻ്റെ ഒരു 50K ചലഞ്ച്. ഓക്കെ, CFDയുടെ 50K നോക്കുവാണെങ്കിൽ phase 1 പ്രോഫിറ്റ് ടാർഗറ്റ് വരുന്നത് 8%. അതായത് 50Kയുടെ 8% എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു $4,000 നമ്മൾ phase 1 ജനറേറ്റ് ചെയ്യണം. ആൻഡ് phase 2 പ്രോഫിറ്റ് ടാർഗറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5%. അതായത് 50Kയുടെ 5% എന്ന് വെച്ച് കഴിഞ്ഞാൽ $2,500. ഒക്കെ കൂടി നമ്മളൊരു 13%, അതായത് phase 1 8%, phase 2 5%. ടോട്ടലൊരു 13% പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഫണ്ടഡ് സ്റ്റേജിലോട്ട് വരും. അതായത് ഒരു ഫേസിലല്ല, phase 1 8% പാസ്സായി കഴിഞ്ഞാൽ phase 2 പോകും, phase 2 5% പാസ്സായി കഴിഞ്ഞാൽ ലൈവിലോട്ട് പോകും. ടോട്ടൽ ഒരു 13% പ്രോഫിറ്റ് ടാർഗറ്റ് നമുക്ക് അവിടെ വരുന്നുണ്ട്. ഓക്കെ, ടോട്ടൽ phase 1 പ്ലസ് phase 2 ഇൻക്ലൂഡ് ചെയ്തിട്ട്. പക്ഷെ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഫ്യൂച്ചേഴ്സിലോട്ട് നോക്കുവാണെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് ടാർഗറ്റ് വരുന്നത് $3,000 ആണ്. സോ $3,000 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് 6%. അതായത് ടോട്ടൽ 6% പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ലൈവിലോട്ട് പോകാം. ഓക്കെ, അതാണ് മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡിഫറൻസ് വരുന്നത്. അതായത് ഇവിടെ phase 1 മാത്രമേ ഉള്ളൂ. phase 1 തന്നെ പ്രോഫിറ്റ് ടാർഗറ്റ് പറഞ്ഞാൽ ജസ്റ്റ് ഒരു 6% ആണ്, $3,000 ആണ് പ്രോഫിറ്റ് ടാർഗറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ 1 സ്റ്റെപ്പ് നോക്കുവാണെങ്കിൽ 1 സ്റ്റെപ്പ് 50K നോക്കുവാണെങ്കിൽ പ്രോഫിറ്റ് ടാർഗറ്റ് 10% കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചേഴ്സിലോട്ട് നോക്കുവാണെങ്കിൽ ജസ്റ്റ് ഒരു 6% ആണ് പ്രോഫിറ്റ് ടാർഗറ്റ്, $30,000 ആണ് പ്രോഫിറ്റ് ടാർഗറ്റ്. പിന്നെ ഇവിടുത്തെ മെയിൻ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ മാക്സിമം ലോസ് ലിമിറ്റ് എത്രയാണ്, 10%, അതായത് $5,000. ഡെയിലി മാക്സ് ലോസ് 5%, അതായത് നമുക്ക് ടോട്ടൽ 10% ലോസ് പോവാം. അതുപോലെ തന്നെ ഡെയിലി നമുക്ക് മാക്സിമം 5% ലോസും പോവാം. പക്ഷെ ഇവിടെ നോക്കുവാണെങ്കിലോ, ഇവിടെ നോക്കുവാണെങ്കിൽ മാക്സ് ലോസ് ലിമിറ്റ് പറയുന്നത് $2,000 ആണ്. ഓക്കെ, നമുക്ക് മാക്സിമം അവിടെ ലോസ് ചെയ്യാൻ പറ്റുന്നത് 4%, അക്കൗണ്ട് സൈസിൻ്റെ 4%. അതായത് മാക്സിമം ഡെയിലി ലോസ് ലിമിറ്റ് അല്ല, മാക്സിമം ഇവിടെ മോസ്റ്റ്ലി ഡെയിലി ലോസ് ലിമിറ്റ് ഇല്ല ഇവിടെ.
ആൻഡ് ചില ടൈപ്സിലുണ്ട്. ബോൾട്ടിൽ നോക്കുവാണെങ്കിൽ ഡെയിലി ലോസ് ലിമിറ്റ് ഉണ്ട്. ബട്ട് ഇതിൻ്റെ അകത്തോട്ട് നോക്കുവാണെങ്കിൽ ലെഗസി റാപ്പിഡിലോട്ടൊക്കെ നോക്കുവാണെങ്കിൽ അവിടെ എന്ത് കിടപ്പില്ല, ആ ഒരു ഡെയിലി ലോസ് ലിമിറ്റ് കിടപ്പില്ല. ഇവിടെ മാക്സിമം കിട്ടുന്ന 4% ആണ്. ഇവിടെ നോക്കുവാണെങ്കിലോ ഇവിടെ ഡെയിലി മാക്സിമം തന്നെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, 5% കിട്ടുന്നുണ്ട്. ആൻഡ് മാക്സ് ലോസ് ലിമിറ്റ് 10% കിട്ടുന്നുണ്ട്. ഇപ്പൊ ഡ്രോ ഡൗൺ കുറച്ച് എന്താ പറയാ വളരെ കുറവായിരിക്കും ഫ്യൂച്ചേഴ്സ് പ്രോബ്ലംസിലോട്ട് പറഞ്ഞ സമയത്ത്. അതുപോലെ തന്നെ ഇതെന്താണ്, ഇത് ട്രെയിലിംഗ് ആണ്. ഞാൻ നേരത്തെ ട്രെയിലിംഗ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ അക്കൗണ്ട് ബാലൻസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ആ ഒരു എന്താ ചെയ്യുക, നമ്മുടെ ആ ഒരു ലോസ് ലിമിറ്റും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല, ആ ഒരു ഫ്ലോർ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് നമ്മുടെ ഹയസ്റ്റ് അക്കൗണ്ട് ബാലൻസ് എന്ന 4% ലോസ്. ഇപ്പോൾ ഒരു നമ്മൾ 51,000 എത്തിക്കഴിഞ്ഞാൽ നമ്മൾ 49,000 തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു അക്കൗണ്ട് നമ്മൾ ആ ഒരു ചലഞ്ച് ഫെയിൽ ആവും. ഓക്കെ, അങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ട്. ലോസ് ലിമിറ്റിലാണ് മെയിൻ ചേഞ്ചസ് വരുന്നത്. ഇവിടെ നമുക്ക് മാക്സിമം 4% ലോസ് കിട്ടത്തുള്ളൂ. അതിൻ്റെ അതും എന്താണ്, അതും ഈ പറഞ്ഞ പോലെ ട്രെയിലിംഗ് ലോസ് ലിമിറ്റ് ആണ്. സോ പിന്നെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ലോസ് ലിമിറ്റ് ഇവിടെ ഉണ്ട്. അവിടെ ഡെയിലി ലോസ് ലിമിറ്റ് ഇല്ല. അതിൻ്റെ ഇവിടെ മിനിമം ട്രേഡിംഗ് ഡേയ്സ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന പൊസിഷൻസിന്, അതായത് ക്വാണ്ടിറ്റിക്ക് ലിമിറ്റ്സ് ഉണ്ട്. ആൻഡ് ഇപ്പോൾ ഫ്യൂച്ചേഴ്സിൽ നമുക്കറിയാലോ മിനി കോൺട്രാക്ട്സ്, മൈക്രോ കോൺട്രാക്ട്സ്. കോൺട്രാക്ട്സ് ആണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ 50K അക്കൗണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ചലഞ്ചസിലോട്ട് പോകുന്ന സമയത്ത് അതിനകത്ത് ഡിഫറൻസ് ഉണ്ടാവും. ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്കൊരു 50K അക്കൗണ്ട് ആണെങ്കിൽ മാക്സിമം 3 മിനി കോൺട്രാക്ട്സ്, ആൻഡ് മൈക്രോ കോൺട്രാക്ട്സ് ആണെങ്കിൽ മാക്സിമം 30 മൈക്രോ കോൺട്രാക്ട്സ്. ആൻഡ് പിന്നെ ഉള്ളൊരു മെയിൻ ചേഞ്ച് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 50K, അതായത് പ്രൈസിലാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ CFD ചലഞ്ചസിൽ 50K പ്രൈസ് ഒക്കെ നോക്കുവാണെങ്കിൽ അറൗണ്ട് ഒരു $300 പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, $300 പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഫ്യൂച്ചേഴ്സിലോട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ ഈ ഒരു 50K അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ലെഗസിയിൽ 50K നോക്കുവാണെങ്കിൽ $137 ഉള്ളൂ. ബോൾട്ടിൽ നോക്കുവാണെങ്കിൽ ജസ്റ്റ് ഒരു 91 അല്ല $99 ഉള്ളൂ. സോറി, ഇവിടെ ഇത് റീസെറ്റ് ഫീ ആണ്. അതായത് റാപ്പിഡിൽ നോക്കുവാണെങ്കിൽ $199, $200, അറൗണ്ട് ഒരു $100 ഡിഫറൻസ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ലെഗസിയിലോട്ട് നോക്കുവാണെങ്കിൽ $149 ഉള്ളൂ. ബോൾട്ടിലോട്ട് നോക്കുവാണെങ്കിൽ ജസ്റ്റ് ഒരു $99 ഉള്ളൂ. അതായത് ഇപ്പോൾ കുറച്ചുകൂടി ചീപ്പാണ് CFD ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. കുറച്ചുകൂടി ചീപ്പാണ് ഫീച്ചേഴ്സിന്റെ ചലഞ്ചസ് വരുന്നത്. പക്ഷേ ഈ പറഞ്ഞ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോ ഡൗൺ ലിമിറ്റ്സ് ഉണ്ട്. ഓക്കെ, മാക്സിമം നമുക്ക് 4% ഡ്രോ ഡൗൺ ആണ് കിട്ടുന്നത്. അപ്പോൾ റിസ്ക് മാനേജ്മെന്റ് കുറച്ചുകൂടി ടൈറ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടി വരും. ബട്ട് CFDയിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ മാക്സിമം ഡെയിലി 5% ഉണ്ട്, മാക്സിമം 10% ഉണ്ട്. അങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഡ്രോ ഡൗൺ കുറച്ചുകൂടെ ബ്രീത്തിങ് സ്പേസ് അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് മെയിൻ ഡിഫറൻസ് പറഞ്ഞത്. ആൻഡ് പിന്നെ നോക്കുവാണെങ്കിൽ പ്ലാറ്റ്ഫോംസിന്റെ യൂസ് നോക്കുവാണെങ്കിൽ നമ്മുടെ CFDയിലോട്ട് പോകുകയാണെങ്കിൽ ഇവിടെ മെറ്റാട്രേഡർ 5, 4, സി ട്രേഡർ, മാക്സ് ട്രേഡർ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. ആൻഡ് അതുപോലെ തന്നെ ഫ്യൂച്ചേഴ്സിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിഞ്ച ട്രേഡർ, ആൻഡ് അതുപോലെ തന്നെ ട്രേഡ് വെയിറ്റ്, ആൻഡ് അതുപോലെ തന്നെ ട്രേഡിംഗ് നമുക്ക് ഡയറക്റ്റ്ലി ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഇവിടെ. ഈ പ്ലാറ്റ്ഫോംസ് ഡിഫറെൻ്റ് ആണ്. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ ഡയറക്റ്റ്ലി ഫ്യൂച്ചേഴ്സ് പ്രോബ്ലംസിലോട്ട് വരുവാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ CFD പ്രോബ്ലംസ് കുറച്ച് എക്സ്പീരിയൻസ് ചെയ്ത് അവിടുത്തെ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് അവിടെ ഒരു എക്സ്പീരിയൻസ് ആയതിനു ശേഷം മാത്രം ഫ്യൂച്ചേഴ്സ് ഫോംസിലോട്ട് വരുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. കാരണം അല്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രോബ്ലംസ് ടൈറ്റ് ആണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും മാക്സിമം നിങ്ങൾ ഈ ഒരു CFD പ്രോബ്ലംസിൽ എക്സ്പീരിയൻസ് ആയതിനു ശേഷം മാത്രം ഈ പറഞ്ഞ പോലെ ഫീച്ചേഴ്സിലോട്ട് വരാം. പിന്നെയുള്ളൊരു മെയിൻ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേ ഔട്ടിന്റെ കേസിലാണ്. അതായത് പേ ഔട്ടിൽ നമ്മൾ എപ്പോഴും ഒരു ബഫർ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഫ്യൂച്ചേഴ്സിലോട്ട് പോകുന്ന സമയത്ത് ബഫർ ക്രിയേറ്റ് ചെയ്യണം. ബഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ 50K അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ മാക്സിമം ലോസ് ലിമിറ്റ് $2,000 ആണല്ലോ വരുന്നത്. $2,000 പ്ലസ് 100, അതായത് $2,100. അതായത് നമുക്ക് പേ ഔട്ട് എടുക്കാൻ പറ്റുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു 50K അക്കൗണ്ടിൽ $52,100, അതായത് സ്റ്റാർട്ടിംഗ് ബാലൻസ് $2,100 പ്രോഫിറ്റ് ഉണ്ടാക്കി അതിന്റെ മുകളിലോട്ട് പ്രോഫിറ്റ് കയറുമ്പോഴാണ് നമുക്കിവിടെ വിഡ്രോ ചെയ്യാൻ പറ്റണം. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ വിഡ്രോ അടിച്ചു കഴിഞ്ഞാൽ ഒരു ബഫർ അടക്കം നമ്മൾ വിഡ്രോ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു അക്കൗണ്ട് ബ്രീച്ച് ആവും. ഓക്കെ, പേ ഔട്ട് നമുക്ക് കിട്ടും, ബട്ട് ആ അക്കൗണ്ട് ബ്രീച്ച് ആവും. നെക്സ്റ്റ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല.
അഗെയിൻ ഫണ്ടിങ് ചലഞ്ച് എടുത്ത് നമ്മൾ പാസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പം അങ്ങനെ ഒരു കേസ് ഉണ്ട്. പക്ഷേ ഈ ഒരു CFD പ്രോബ്ലംസിലോട്ട് പോകുന്ന സമയത്ത് അങ്ങനെ ഒരു കാര്യം നമുക്ക് ഇവിടെ ഇല്ല. അതായത് ഇവിടെ പേ ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ phase 1 പാസ്സായി, phase 2 പാസ്സായി, നമ്മൾ ഫണ്ടഡ് സ്റ്റേജിലോട്ട് പോയി. അവിടെ ബഫർ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, എത്രയാണോ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കണത് അതിൻ്റെ ഒരു 80% നമുക്ക് എന്തില്ല പേ ഔട്ടായിട്ട് നമ്മുടെ കയ്യിലോട്ട് കിട്ടും. അവിടെ ബഫർ കാര്യങ്ങളില്ല. ഇവിടെ നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് ബഫറിൻ്റെ ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചലഞ്ച് എടുക്കുന്നതിന് മുന്നേ ഈ പറഞ്ഞ പോലെ ആ ഒരു വെബ്സൈറ്റിലൊക്കെ കയറിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ആ ഒരു അതിൻ്റെ FAQ ഒക്കെ നോക്കിയതിന് ശേഷം മാത്രം ഈ ഒരു ചലഞ്ചസ് പർച്ചേസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഫണ്ടഡ് നെക്സ്റ്റിൻ്റെ ഫ്യൂച്ചേഴ്സ് ചലഞ്ച് എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ AMFX എന്ന് പറഞ്ഞ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു ഡിസ്കൗണ്ട് എനിക്ക് കിട്ടണം. നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കോഡ് യൂസ് ചെയ്യുക, AMFX എന്നുള്ള കോഡ് യൂസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ മാക്സിമം ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്കുള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. വേറെ വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം.